നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 10ാം ദിവസം വൈകിവേളയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 9 ദിനരാത്രങ്ങളിലും നമ്മളെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠനായ കർത്താവദാസൻ ജോൺസൺ പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലായിട്ട് ഞങ്ങൾക്ക് വളരെയേറെ നല്ല ആത്മബന്ധം പുലർത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ കർത്താവദാസനെ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയ സഹോദരനായിട്ടുള്ള തോമസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഒരുമിച്ചൊരു കൂട്ടായ്മ വളരെ നാളുകൾക്ക് ശേഷം ഈ ആലയത്തിൽ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗം ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയല്ലോ. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എസ്രയുടെ പുസ്തകം, അതിനകത്തിലെ 9ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം. ഇപ്പോഴും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. കർത്താവേ, ഈ നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ വചനത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മ സംസാരിക്കണം. ദൈവം ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി ഒരു ദൈവമഹത്വമായി വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിലെ 15ാമത്തെ പുസ്തകമായിട്ടുള്ള ഇസ്രായേലിന്റെ പുസ്തകം BC 538-457 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടെന്ന് കാണുന്നു. എബ്രായ മൂലഭാഷ, എബ്രായ ഭാഷയിൽ ഈ ബൈബിൾ എഴുതിയപ്പോൾ അതിൽ നെഹമ്യാവിന്റെ പുസ്തകവും ഇസ്രായേലിന്റെ പുസ്തകവും ഒന്നായിരുന്നു. എന്നാൽ ലാറ്റിൻ ഭാഷയിൽ അത് 1ാം പുസ്തകമെന്നും 2ാം പുസ്തകമെന്നും ഒക്കെ കാണുന്നു. ദൈവത്തിൽ നിന്നുള്ള വലിയ ദൂതുകളും വലിയ പ്രവചനങ്ങളും വലിയ വാഗ്ദത്തങ്ങളും ഒന്നും തന്നെ ഇതിനകത്തിലുള്ളൊരു പുസ്തകമല്ല ഈ പുസ്തകം. എന്നാൽ പ്രവാസത്തിൽ ആയിരുന്ന ഇസ്രായേൽ ജനത്തെ ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് മടക്കി യെരുശലേമിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ ആലയം പണിയുവാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ അഭിഷിക്തനായ അഹരോന്റെ പാരമ്പര്യത്തിൽ ജനിക്കപ്പെട്ട പുരോഹിതനായ എസ്ര എന്ന വ്യക്തിയെ മോശയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം കൊടുത്ത ആ ന്യായപ്രമാണ പുസ്തകത്തെ കുറിച്ച് നല്ല തികഞ്ഞ അറിവും ജ്ഞാനവും അതിൽ ഭയവും ഭക്തിയും അതിനെ അനുസരിച്ച് ജീവിക്കുന്നതുമായിട്ടുള്ള ഈ ദൈവമനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഒരു പ്രവാസത്തിൽ നിന്നും വീണ്ടും ദൈവിക വിശുദ്ധ സ്ഥലത്തേക്കുള്ള ജനത്തിന്റെ മടങ്ങി വരവിന് ദൈവം നായകനാക്കി തീർത്തിരിക്കുകയാണ് ഈ പുസ്തകം നാം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മടങ്ങിയുള്ള യാത്രയാണ്, ഒരു മടങ്ങി വരവാണ്. ഹല്ലേലൂയ.
ഈ മടങ്ങി വരവ് മോശ തന്റെ ജനത്തെ കനാൻ ദേശത്തിലേക്ക് നയിക്കുന്ന സമയത്ത് എത്ര വട്ടം ജനം ദൈവസന്നിധിയിൽ പിറുപിറുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ അനേക പ്രാവശ്യം പിറുപിറുത്തിട്ടുണ്ട്. വളരെ പ്രാവശ്യം ജനം തെറ്റിപ്പോയിട്ടുണ്ട്. ഓരോ കാര്യത്തിനും മോശയോടും അഹ്റോനോടൊക്കെ പരാതി പറയുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ തെറ്റിപ്പോയ അനുഭവങ്ങൾ, പിറുപിറുത്ത അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ട്. എന്നാൽ അവിടെ എങ്ങും നമ്മൾ കാണുന്നില്ല അവർ ഉപവസിച്ചെന്നും അവർ പ്രാർത്ഥിച്ചെന്നും അവർ മടങ്ങി വന്നെന്നും ഒന്നും അവിടെ നമ്മൾ കാണുന്നില്ല. എന്നാൽ രണ്ടാമത്തെ പുറപ്പാട് എന്നറിയപ്പെടുന്ന ഈ പുസ്തകം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇവിടെ ജനം ഉപവാസത്തോടുകൂടി ഒരു മടങ്ങിവരവിന്റെ യാത്ര ആരംഭിക്കുക. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 8-ാം അധ്യായം 21-22 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും. കേട്ടോ, എന്തിനൊക്കെ വേണ്ടിയാണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒന്നുകൂടെ വായിച്ചാൽ നിർത്തി വായിച്ചു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും. എന്താണ് ഞങ്ങളെ തന്നെ? ഹല്ലേലൂയ. പ്രാർത്ഥന ഒത്തിരിയുണ്ട്. പല പ്രാർത്ഥനകളും ആവശ്യങ്ങൾ ഒത്തിരി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. എനിക്ക് അത് വേണം, ഇത് വേണം, അല്ലെ? നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴും ആദ്യമേ പഠിപ്പിക്കുന്ന പ്രാർത്ഥന എങ്ങനെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? എന്റെ വീട്ടിൽ എന്റെ ചെറുക്കം പ്രാർത്ഥിക്കുന്നത് എന്റെ അപ്പായും അമ്മയും രക്ഷിക്കണമെന്ന് ആദ്യം തുടങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അനിയനെ രക്ഷിക്കണം, പെങ്ങളെ രക്ഷിക്കണം, എല്ലാവരും രക്ഷിക്കണം. ആവശ്യങ്ങൾ അതൊക്കെ. ഹല്ലേലൂയ. ഇപ്പൊ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ പലരും പ്രാർത്ഥിച്ച് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഒക്കെ പലരും രക്ഷിക്കണമെന്നും, ഹല്ലേലൂയ, അല്ലെ? പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഉപവാസം, ഇവിടുത്തെ ഒരു ഉപവാസം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രാർത്ഥന ആരംഭിച്ചത് എങ്ങനെയാണ്? ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ. ഈ ഉപവാസ പ്രാർത്ഥന, ഹല്ലേലൂയ, ഈ ഉപവാസ പ്രാർത്ഥന ചിലതിനെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുന്ന ഉപവാസ പ്രാർത്ഥനയായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, എവിടെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സമർപ്പണത്തോടു കൂടി താഴ്ത്തി ഏൽപ്പിച്ചു ദൈവസന്നിധിയിൽ നിങ്ങൾ ജീവിതയാത്ര ആരംഭിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നുവെങ്കിൽ അവിടെ വലിയ ദൈവമഹത്വങ്ങൾ ഉണ്ടാകുവാൻ നമ്മളോട് എത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിയവനെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താഴ്മയോടായിരിക്കുന്നവനെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മളിൽ വേണം. എപ്പോഴാണോ, ഹല്ലേലൂയ, സ്തോത്രം, ബൈബിൾ പറയുകയാണ് താഴ്മയ്ക്ക് ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം, നിഗളമാണ്, അല്ലെ? നിഗളികളെ എന്ത് ചെയ്യുന്ന പറയുന്നത്? വചനം പറയുന്നു, നിഗളികളെ യഹോവയുടെ ഉള്ളം സ്നേഹിക്കുന്നെന്നാണ് പറയുന്നത്. വെറുക്കുന്നെന്നാ പറയുന്നത്. വെറുക്കുന്നെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയം നിഗളികളെ വെറുക്കുമ്പോൾ താഴ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന തന്റെ ജനത്തെ ദൈവം കടാക്ഷിച്ച് അവന്റെ നിലവിളിക്കും അവന്റെ പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് താഴ്ത്തി ഏൽപ്പിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അടുത്തത് വായിച്ചോട്ടെ സിസ്റ്റർ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി, ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. അതിനുശേഷമാണ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി, ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി. എന്താണ്? ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന്. കേട്ടോ, എവിടെ? ഞാൻ അവിടെ അഹവ ആറ്റിനരികെ വെച്ച്
ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യഹോവ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഈ ഗുണം, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഈ വംശം, അങ്ങനെ ഒക്കെയുള്ള ഒരു അർത്ഥങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഗുണമായിട്ടുള്ള ഒരു അനുഭവത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, ആ അനുഭവത്തിൽ നിന്നും, ഹല്ലേലൂയ സ്തോത്രം, ആ ആറ്റിന്റെ അരികത്ത് നിന്നും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി അവിടുന്ന് തുടങ്ങുക. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല മക്കളെ, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ഹല്ലേലൂയ. അഞ്ഞൂറൊക്കെ ഇങ്ങനെ അന്തം പെട്ടിരിക്കും. ഈ മാത്തിച്ചാന്റെ ശൈലിയിലോട്ട് വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇത് വേറൊരു രീതിയിലാണല്ലോ ഈ പ്രസംഗം പോകുന്നത് എന്ന് ഹല്ലേലൂയ സ്തോത്രം. എന്റെ ശൈലി ഒരു ഇച്ചിരി ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടുള്ള ശൈലിയാണ്. പക്ഷെ അതിലേക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുക. വരാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം കൊണ്ടുവരുവാണെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും. ഹല്ലേലൂയ. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, എന്റെ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നിൽക്കുന്ന സ്ഥലം ഗുണമുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. ഗുണമെന്ന് അർത്ഥമാക്കുന്ന സ്ഥലമായിക്കോട്ടെ. അവിടെ നിന്ന് അവിടെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്, പ്രാർത്ഥന പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയുടെ ആദ്യത്തെ വാചകം താഴ്മയോടെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് പലർക്കും ഗുണമായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ, സമ്പത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഹല്ലേലൂയ തമിഴിൽ പറയുന്ന കൊന്തളിപ്പ് എന്ന് പറയും. ഹല്ലേലൂയ നിഗളവും കൊന്തളിപ്പും ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പലർക്കുമുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരന് പറയാൻ വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് കീറിയ തഴപ്പാരിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ കിലോമീറ്ററുകൾ അകലെ നടന്നുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവൻ ആത്മീയ ഉണർവുണ്ടായിരുന്നു, താഴ്മയുണ്ടായിരുന്നു, വിനയമുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ ദൈവിക ശോഭയുണ്ടായിരുന്നു. ഇന്ന് AC കാറിൽ ഇങ്ങോട്ട് വന്നിറങ്ങി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ വടിവൊത്ത ഷർട്ടും വടിവൊത്ത പാലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ വന്നിറങ്ങി കഴിഞ്ഞിട്ട്, സമ്പന്നതയുടെ ഉന്നതിയിൽ വന്നിറങ്ങി കഴിഞ്ഞിട്ട് പലപ്പോഴും ഉണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ആ സാധനമില്ല. ആദ്യം പറഞ്ഞ സാധനം എന്ത്? അതിനുള്ള പ്രാർത്ഥനയില്ല. എന്തിനു വേണ്ടി? താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള, താഴ്മയോടെ നിൽക്കുവാനുള്ള ഒരു പ്രാർത്ഥനയില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, പലരുടെയും മുമ്പിൽ ഇന്ന് ദൈവിക പ്രസ്ഥാനങ്ങൾ ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ പോലുള്ള സാധുക്കളായ ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, നിന്നെ സമ്പദ് സമൃദ്ധിയിൽ നടത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് അവനോടൊപ്പം അവന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ സ്തോത്രം, അവന്റെ വാഗ്ദത്തത്തിലേക്ക് ഉള്ള ഒരു ശുഭയാത്ര നിനക്ക് ആരംഭിക്കണമെങ്കിൽ, നീ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നുവെങ്കിൽ, നീ ഒരു കാര്യം ഓർപ്പോ, നീ ഒരു കാര്യം ദൈവസന്നിധി സമർപ്പിച്ചോ, താഴ്മയോടെ നീ ദൈവസന്നിധി നിന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്.